ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലെ അടിപൊളി 5 ഷോർട്ട് വീഡിയോ ചാനലുകളിലെ ഐഡിയാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഈ ചാനലുകളൊക്കെ വെറും 15 ദിവസം തൊട്ട് ഒരു 30 ദിവസം നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഗ്രോത്ത് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോകളിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ പറ്റുക, അതുപോലെ ആ വീഡിയോയിൽ എങ്ങനെ ലൈക്ക് കൂടുതലായിട്ട് കിട്ടും, അതുപോലെ ആ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത്തരം ചാനലുകളിൽ ഒരു ദിവസം എത്ര ഷോർട്ട് വീഡിയോകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഐഡിയനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ആണ്. ഈ മോട്ടിവേഷൻ വീഡിയോകളുടെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതൊരു കാര്യവും നമുക്ക് ഇന്ന് ചെയ്യണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് ടിപ്സ് ഈ ചാനലിൽ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരോ ചാനലുകൾ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഈ ചാനലുകളൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ യൂട്യൂബിനെ കുറിച്ചുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അതിന് ആരെങ്കിലും പ്രോത്സാഹനമോ മോട്ടിവേഷനോ ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ആ വീഡിയോ കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ മോട്ടിവേഷൻ എല്ലാ കാറ്റഗറികളിലുള്ള മോട്ടിവേഷൻ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലേക്ക് ഷോർട്ട് വീഡിയോകളായിട്ട് മോട്ടിവേഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അതനുസരിച്ചുള്ള മോട്ടിവേഷൻ വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സക്സസ് കണ്ടെത്താൻ സാധിക്കും. അതായത് അതിനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ലൈക്സ് വരണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏതൊരു മോട്ടിവേഷൻ വീഡിയോയ്ക്കും ആ മോട്ടിവേഷൻ ഇഷ്ടപ്പെടുന്ന ആ അവസരത്തിൽ തന്നെ ആ ഓഡിയൻസ് ലൈക്ക് ചെയ്യും. ഇതിനൊരു കാരണമുണ്ട്. ഈ മോട്ടിവേഷൻ വീഡിയോ മുഴുവൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ പേരുപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാവുന്ന ഒരാളുടെ സ്റ്റോറി എടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സഞ്ജു സാംസനെ എല്ലാവർക്കും അറിയാം. സഞ്ജു സാംസങ്ങിന്റെ സ്റ്റോറി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് ഒരു മലയാളിയായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റനായി, മാത്രമല്ല ഈ പരമ്പര ഫുള്ളായിട്ട് തൂത്തുവാരി. ഇപ്പൊ ഇതിനനുസരിച്ചുള്ള ഒരു സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോറി എന്തായാലും ഒരു മിനിറ്റ് എങ്കിലും ഉണ്ടാവണം. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു സ്റ്റോറി അല്ല ലഭിക്കുക, 1000 സ്റ്റോറി കിട്ടും. 1000 സ്റ്റോറിയും നമുക്ക് ഒരാളുടെ മാത്രം വീഡിയോ ചെയ്യേണ്ട, പല ആൾക്കാരുടെ വീഡിയോ ചെയ്യുക. പല പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ, യൂട്യൂബേഴ്സ്, അതുപോലെ ഫിലിം സ്റ്റാർസ്, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ സ്പോർട്സ്മാൻസ്, രാഷ്ട്രീയക്കാർ, ഇവരുടെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീഡിയോയുടെ ആ ഒരു തുടക്കത്തിലുള്ള ഒരു 20 സെക്കൻഡിന് മുമ്പ് തന്നെ, അതായത് ആദ്യത്തെ 2 സെക്കൻഡിൽ തന്നെ ഈ പോപ്പുലർ പേഴ്സന്റെ ആ നെയിം ഉപയോഗിക്കണം. അതായത് ഇപ്പൊ സഞ്ജു സാംസനെ കുറിച്ചാണെങ്കിൽ നമ്മൾ സഞ്ജു സാംസൺ എന്നുള്ള ആ ഒരു പേര് യൂസ് ചെയ്യണം. അതായത് സ്വൈപ്പ് അപ്പ് ചെയ്ത് ആദ്യം തന്നെ ആ 3 സെക്കൻഡിൽ ആ പേര് കാണുമ്പോൾ അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഓഡിയൻസ് അവിടെ നിൽക്കാനും, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി പറയുന്നേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ ആ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഒരു വട്ടം പറയുകയും ചെയ്യണം. ഇത്തരത്തിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ സ്റ്റോറി പറയുകയാണെങ്കിൽ, ആ സ്റ്റോറി മോട്ടിവേഷൻ ഉള്ളതാണെങ്കിൽ, ആ ഒരു സ്റ്റോറി ക്രിക്കറ്റിനെ പ്രേമിക്കുന്ന ഓരോ വ്യക്തികളും, ഒരുപാട് ആൾക്കാർ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പൊ ആ ക്രിക്കറ്റിനെ പ്രേമിക്കുന്ന ഓരോ വ്യക്തിയും ആ ഒരു സ്റ്റോറിനെ ലൈക്ക് ചെയ്യും. ആ സ്റ്റോറിനെ ഇഷ്ടപ്പെടും, അപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോനെയും ലൈക്ക് ചെയ്യും. ഇത്തരത്തിൽ ലൈക്ക് കൂടാനും അതുപോലെ തന്നെ ആ ചാനലിൽ നിന്ന് പിന്നീട് വരുന്ന എല്ലാ വീഡിയോകളും കാണാനും ഈ ഒരു കാരണം തന്നെ ഇതിന് കാരണമാവും. അതുപോലെ തന്നെ മോട്ടിവേഷൻ പറയാനുള്ള ലൈനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷൻ ലൈൻസ് നിങ്ങൾക്ക് ലഭിക്കും. ആ മോട്ടിവേഷൻ ലൈനെ നിങ്ങൾ അതുപോലെ തന്നെ മലയാളത്തിലേക്ക് ആക്കിയിട്ട് ആ മലയാളം വേർഡ്സിന്റെ ഒപ്പം നിങ്ങളുടെ സ്റ്റോറിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി മോട്ടിവേഷൻ വീഡിയോയ്ക്കുള്ള വോയിസ് ഓവർ ലഭിക്കും. ഇങ്ങനെ ഈ വോയിസ് ഓവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഓഡിയോയ്ക്ക് വേണം, അതുപോലെ തന്നെ വീഡിയോയ്ക്കും നല്ല ക്വാളിറ്റി വേണം. അതുപോലെ തന്നെ മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ ആണെങ്കിൽ ആ മോട്ടിവേഷന് പറ്റുന്ന മോട്ടിവേഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളുണ്ട്. അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്തരം വീഡിയോകളിൽ പെട്ടെന്ന് തന്നെ റീച്ചിലേക്കും പെട്ടെന്ന് തന്നെ വ്യൂസും വരും. അതുപോലെ തന്നെയുള്ള രണ്ടാമത്തെ ഒരു ഐഡിയ ആണ് നമുക്ക് ഫാക്ട് എന്നുള്ളത്. അതായത് ഫാക്ട് എന്നുള്ളതിന്റെ മലയാളം മീനിങ് വരുന്നത് വസ്തുത അല്ലെങ്കിൽ നമ്മൾ പരാമർശം, അതിനെക്കുറിച്ചുള്ള നമ്മുടെ പരാമർശം എന്നാണ്. അതായത് ഏതൊരു വസ്തുവിനെ കുറിച്ചും നമുക്ക് അതിന്റെ വസ്തുത പറയാൻ പറ്റും. അതായത് ഒരു പേഴ്സണെ കുറിച്ച് പറയാം, പോപ്പുലർ ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ച് പറയാം, അതുപോലെ തന്നെ ഏതെങ്കിലും വസ്തുക്കൾ, മൊബൈലിനെ കുറിച്ച്, ഐഫോണിനെ കുറിച്ച്, കാറുകളെ കുറിച്ച്, അതുപോലെ തന്നെ ആൻഡ്രോയിഡിനെ കുറിച്ച്, അതുപോലെ ഫേസ്ബുക്കിനെ കുറിച്ച്, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച്, ഏതെന്നെ വസ്തുക്കളിലും നമുക്ക് ഫാക്ട് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ ഫാക്ട് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വീഡിയോയുടെ എൻട്രൻസ് ഫസ്റ്റ് ടൈമിൽ തന്നെ നല്ല സ്പീഡി ആയിട്ട് നമ്മൾ സംസാരിക്കണം. ഷോർട്ട് വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിന്റെ വോയിസ് ഓവർ എന്നുള്ളത്. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ് കാണിക്കാം, ഫേസ് കാണിക്കാതെയും ചെയ്യാം. ഫേസ് കാണിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഫേസ് കാണിക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ
ഈ വോയിസ് ഓവറിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ സ്പീഡി ആയിരിക്കണം, സ്പോണ്ടേനിയസ് ആയിരിക്കണം. ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ കേൾക്കാനാണോ, ഹൈ വോളിയത്തിലായിരിക്കും. അതുപോലെ തന്നെ ഇത് ഭയങ്കര സ്പീഡി ആയിരിക്കും. ഈ ഒരു ടോണിൽ തന്നെ ഷോർട്ട് വീഡിയോ ചെയ്താലാണ് അത്തരം ഷോർട്ട് വീഡിയോകൾ മാത്രമാണ് വൈറൽ ആവുള്ളൂ. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വീഡിയോസ് ഒരു ദിവസം ചെയ്യണം എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. അതിനു മുമ്പ് ഈ മൂന്നാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ ഐഡിയ ആണ് നമുക്ക് വോയിസ് എന്ന് പറയുന്നത്, അതായത് കമ്പാരിസൺ എന്ന് പറയുന്നത്, അതായത് 1:2 എന്നുള്ളത്. അതായത് നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് യൂട്യൂബറെ കുറിച്ച്, ഒരു യൂട്യൂബർ, മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂട്യൂബർ, മില്യൺസ് ഓഫ് സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബറും അതുപോലെ തന്നെ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബർ ഉള്ള മറ്റൊരു യൂട്യൂബറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈലിനെ കുറിച്ച് ഇത് പറയണത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇനി ഷോപ്പിംഗ് സൈറ്റുകളും ഷോപ്പിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ ഷോർട്സിൽ ലഭിക്കുമെന്നാണ് യൂട്യൂബിന്റെ അപ്ഡേറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈലിനെ കുറിച്ചുള്ള ഒരു വോയിസ് വീഡിയോ, അതായത് കമ്പാരിസൺ വീഡിയോ ചെയ്യാണ്, ഇന്ന മൊബൈലിന് കൂടുതൽ വോളിയം ഉണ്ട്, ഇന്ന മൊബൈലിന് വോളിയം കുറവാണ്, അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേനെ കുറിച്ചോ, അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇന്ന മൊബൈലാണ് ഏറ്റവും നല്ലത്, ഇതൊക്കെ നിങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ ഷോർട്ട് വീഡിയോകളിൽ നിങ്ങൾക്ക് കമ്പാരിസൺ വീഡിയോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ മാത്രമല്ല, ഡെയിലി നീഡ്സ് ഐറ്റംസ് ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റിനെ കുറിച്ച്, നമുക്ക് 2 തരം ബിസ്ക്കറ്റുകൾ, ഗുഡ് ഡേയോ അല്ലെങ്കിൽ ബ്രിട്ടാനിയോ, ഇത് തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ ടേസ്റ്റ് വ്യത്യാസങ്ങളെ കുറിച്ചും ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അതായത് കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങളും ഈ ഡെയിലി നീഡ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വ്യൂസ് ഏതിലാണ് വരുന്നത്, ഏത് തരം ഓഡിയൻസ് ആണ് വരുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് മൊബൈലിലാണോ, അല്ലെങ്കിൽ യൂട്യൂബറിനെ കുറിച്ചാണോ, പോപ്പുലർ വ്യക്തികളെ കുറിച്ചാണോ, അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ചാണോ, ഏതിനെ കുറിച്ചാണ് കൂടുതൽ വ്യൂസ് വരുന്നത്, അതുമായി റിലേറ്റ് ചെയ്തുള്ള വീഡിയോ ചെയ്യുക. നാലാമത്തെ ഒരു ചാനൽ ഐഡിയ പറയാം. നാലാമത്തെ ചാനൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ആണെന്ന്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് അല്ല, നമുക്ക് ഏതെങ്കിലും യൂട്യൂബറിനെ കുറിച്ചോ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചോ നമുക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അത് എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ട്, ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബറുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന സ്ഥലത്തേക്ക് പോയി അതിന്റെ ഫോട്ടോസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ M4Tech ആണെങ്കിൽ ആ M4Techനെ കുറിച്ചുള്ള ആ ഒരു വീഡിയോയിൽ ആ സ്റ്റോറി ആയിട്ട് പറയാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി M4Techന്റെ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടൈറ്റിലൊന്നും അധികം ചാനലിന്റെ പേരുകൾ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയാണെങ്കിൽ, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജുകളുണ്ട്, അതിൽ നിന്ന് ന്യൂസ് എടുത്ത് ആ ന്യൂസുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് ഫിലിം സ്റ്റാറുകളെ കുറിച്ചും, ഫിലിം സ്റ്റാറിനെ കുറിച്ചും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഭാവനയുടെ ഒരു ന്യൂസ് വന്നു. ആ ന്യൂസിനെ കുറിച്ച് ഷോർട്ട് വീഡിയോ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. ആ വീഡിയോകളൊക്കെ അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടോ ഒരുപാട് ആൾക്കാർ ഷോർട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോയിലൊക്കെ വ്യൂസും വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള ന്യൂസും നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് കേസും കൂട്ടൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ നോക്കാം, അതായത് അഞ്ചാമത്തെ ഐഡിയ നോക്കാം. അഞ്ചാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണി മേക്കിങ്ങിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മണി മേക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയണം. അത് ഓൺലൈനായിട്ട് മണി മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഇതിനു വേണ്ടി നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് പൈസ എങ്ങനെ ഉണ്ടാക്കാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി പൈസ എങ്ങനെ ഉണ്ടാക്കാം. ഇതിൽ 2-3 തരം കാറ്റഗറി ഓഡിയൻസ് ഉണ്ട്. അതായത് വെറും ഡെയിലി 200 രൂപ ലഭിക്കുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് കാണുന്ന വീഡിയോകൾ കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെഫറൽ കോഡുകൾ ലഭിക്കാൻ വേണ്ടി 20 രൂപയ്ക്കും 50 രൂപയ്ക്കും വേണ്ടി വീഡിയോ കാണുന്നു, ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ലിങ്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ ബിറ്റ് കോയിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള മണി മേക്കിങ്ങിനെ കുറിച്ചുള്ള നല്ല വീഡിയോസ് കാണുന്ന ഓഡിയൻസ് ഉണ്ട്. ഈ ഓഡിയൻസിനെ നമുക്ക് ഷോർട്ട് വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിൽ മണി മേക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നോളേജ് ഉണ്ടെങ്കിൽ ഓൺലൈൻ മണി മേക്കിങ്ങിനെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനും സ്കോപ്പ് ഉള്ളതാണ്, അടിപൊളിയായിട്ട് വിജയിക്കും. ഇപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 4 അല്ല 5 കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്.
ഈ 5 കണ്ടന്റിൽ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ദിവസം 2 വീഡിയോ വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, 2 വീഡിയോ വെച്ച് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത്തരം ചാനലുകൾ ഗ്രോത്തിലേക്ക് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.